ഹലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ പലതും നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഏതാ? ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ളതാ. അത് സത്യമോ അല്ലയോ ഒന്നും എനിക്കറിയില്ല. അതുപോലെ പിന്നെ വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ്, കുറേ നാളുകൾ ഒരു പുരുഷനുമായിട്ട് ഒന്നിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിട്ട് പെട്ടെന്നൊരു നിമിഷം ഇവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി. അപ്പോൾ പീഡന പരാതികൾ, അതിനെ തുടർന്നുള്ള ഭീഷണികൾ, വ്യക്തിഹത്യകൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അതുപോലെ ഈ പ്രശസ്തരായ വമ്പന്മാരായ ആൾക്കാരെ വീഴ്ത്താൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഹണി ട്രാപ്പ് അല്ലെങ്കിൽ തേൻ കെണികൾ, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന മനഃശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെയുള്ള ചില തിരിച്ചറിവുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നമ്മുടെ നാട്ടിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ചൂണ്ടക്കാരൻ എന്താ ചെയ്യുന്നത്? ആ ചരടിൻ്റെ അറ്റത്തുള്ള ചൂണ്ടയുടെ ചരടിൻ്റെ അറ്റത്തുള്ള കൊളുത്തിൽ ചെറു മത്സ്യങ്ങളോ അല്ലെങ്കിൽ ഇരകളോ കൊളുത്തി വയ്ക്കും. എന്നിട്ട് ചൂണ്ട വെള്ളത്തിലേക്കിടും. എന്നിട്ട് പതിയെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇര വിഴുങ്ങാനുള്ള ആർത്തിയുമായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മത്സ്യം വന്ന് ഈ ഇരയെ വിഴുങ്ങി അവൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ചൂണ്ടക്കാരൻ ഈ ചൂണ്ട പതിയെ 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 അയച്ചു വിട്ടുകൊടുത്തുകൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇയാൾ ഈ ചൂണ്ട വലിക്കും. ചൂണ്ട വലിക്കുമ്പോൾ ആ മീനിനാകെ അങ്കലപ്പാവും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ആ ചൂണ്ട കൊളുത്ത് ഈ മീനിൻ്റെ ചെകിളയ്ക്കുള്ളിൽ തറഞ്ഞു കയറുകയും മീൻ പിടഞ്ഞ് ചാകാനായിട്ട് പിടയുകയും ചെയ്യും. അപ്പോൾ ചൂണ്ടക്കാരൻ ഒരു ക്രൂരമായ സന്തോഷത്തോടു കൂടി മീനിനെ ഈ ചൂണ്ട വലിച്ച് പുറത്തെടുത്ത് ആ മീനിനെ മാറ്റും. അപ്പം ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും ആളുകൾ ചൂണ്ടകളുമായിട്ട് ഇരിപ്പുണ്ട്. ആ ചൂണ്ടയിൽ ചെന്ന് കൊത്താൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കൊത്താനുള്ള കൊതിയുള്ള ആളുകൾ പോയി അതിനകത്ത് കൊത്തുകയും പിന്നീട് അതേ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊരു മാനസിക കളിയാണ്. മനുഷ്യർ കളിക്കുന്ന ഒരു കള്ളക്കളി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കള്ളക്കളിയിൽ കൂടെ കളക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ഈ നെഗറ്റീവ് അനുഭവങ്ങൾ കിട്ടിയാലും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അവർക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം ചിലർ ആ ചെറുപ്പത്തിൽ കിട്ടിയ അനുഭവത്തിൽ നിന്നുള്ള ചില പെരുമാറ്റ രീതികൾ, ചില സ്വഭാവ രീതികൾ അതേപടി തുടരും. പിന്നെ ചിലർക്ക് മറ്റുള്ളവരെ കുറിച്ച് ചില ധാരണകൾ അല്ലെങ്കിൽ കുറച്ച് മുൻവിധികൾ ഉണ്ടാവും. പുരുഷന്മാരെ വിശ്വസിക്കാൻ പാടില്ല, പുരുഷന്മാരെല്ലാം മോശമാണ്, സ്ത്രീകളൊന്നും ശരിയല്ല, ഇങ്ങനെയൊക്കെ കുറേ ധാരണകളും അവരുടെ മനസ്സിലുണ്ടാവും. പിന്നീട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ധാരണകളെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ള രീതിയിലായിരിക്കും. അതാ പറഞ്ഞത്, അതിനാണ് കള്ളക്കളികൾ അഥവാ അടവുകൾ. ഈ നെഗറ്റീവ് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന അവർക്കൊരു സന്തോഷം, അത് അവരുടെ ഒരു പാറ്റേൺ ആയിട്ട് മാറും. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കളികളൊക്കെ കളിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവമായിട്ട് ഞാൻ നേരത്തെ കള്ളക്കളികളെ കുറിച്ച് വിശദമായിട്ട് എൻ്റെ എപ്പിസോഡിൽ എടുത്തിട്ടുണ്ട്. പഴയ എപ്പിസോഡുകളിൽ കാണാം. ഇന്നിവിടെ ഈ സംഭവങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഒരു മാനസിക കളിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ കളിയുടെ പേരാണ് റാപ്പോ. റാപ്പോ എന്ന മാനസിക കളി. റേപ്പ് എന്ന വാക്കിൽ നിന്നാണ് റാപ്പോ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം തന്നെ നമുക്കറിയാം സ്ത്രീകളും പുരുഷന്മാരും തമ്മിലാണെന്ന്. ഈ ഗെയിം, ഈ മാനസിക കളി അല്ലെങ്കിൽ ഈ കള്ളക്കളി സ്ത്രീകളും പുരുഷന്മാരും കളിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ എക്സ്പേർട്ടുകൾ സ്ത്രീകളാണ്. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു പെൺകുട്ടി, സാമാന്യം കാണാൻ സൗന്ദര്യമുണ്ട്. അവൾ വളരെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി, അല്പം സെക്സി ആയിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങി, വളരെ സോഷ്യബിളായിട്ട് എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് ഒരു ഫംഗ്ഷനിൽ അവൾ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബലഹീനതയുള്ള, അതായത് സുന്ദരികളായ സ്ത്രീകളെ അല്ലെങ്കിൽ ഒരുങ്ങി നല്ല സ്റ്റൈലായിട്ട് വരുന്ന സ്ത്രീകളെ കണ്ട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഇഷ്ടമുള്ള ബലഹീനതയുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇവളും ചിരിച്ചു. എന്നിട്ട് അയാൾ അടുത്തേക്ക് വന്ന് ഇവിടെ പരിചയപ്പെട്ടു.
പരിചയം അവർ തമ്മിൽ സംസാരം ഇങ്ങനെ തുടർന്നു. തമാശകളും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ വളരെ സ്വാതന്ത്ര്യത്തോടെ രണ്ടു കൂട്ടരും ഇടപെട്ടു. രണ്ടുപേരും രണ്ടുപേരുടെയും സാമീപ്യം ഇഷ്ടപ്പെട്ടു. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ഈ ചെറുപ്പക്കാരന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമാവാമെന്നൊരു തോന്നലുണ്ടായി. അവൻ അവളെ ഒന്ന് പെട്ടെന്ന് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. പെൺകുട്ടി ഞെട്ടിപ്പോയി. അപ്രതീക്ഷിതമായിരുന്നു. അവൾ കൈ ചൂണ്ടി അലറി അവിടെ ഷൗട്ട് ചെയ്യുകയാണ്, മേലിൽ ഇത് ആവർത്തിച്ചാൽ ചെരുപ്പൂരി അടിക്കാനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളാകെ കലി തുള്ളി. അപ്പം അവളുടെ ഈ ഷൗട്ടിങ് ആ ചുറ്റും ഇരുന്നവരെല്ലാം കേട്ടു. അപ്പം എല്ലാവരും എന്താണെന്ന് അറിയാൻ ഇങ്ങനെ ആകാംക്ഷയോട് ഇവരെ നോക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ പയ്യന് വിഷണ്ണനായിട്ട് തല കുനിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പം ഈ പെൺകുട്ടി ചിന്തിച്ചത്, പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത, ഈ പുരുഷന്മാരെല്ലാം മോശമാണ്, ഒരു തരം കിട്ടിയാൽ അവന്മാര് ദുരുപയോഗം ചെയ്യും. ആ ഒരു അവളുടെ മുൻവിധി അല്ലെങ്കിൽ ആ ധാരണ അവൾ ഉറപ്പിച്ചു. ഇവിടെ അവൾക്ക് അതേ അനുഭവമാണല്ലോ ഉണ്ടായത്, നെഗറ്റിവിറ്റി ആണല്ലോ കിട്ടിയത്. ആ പുരുഷൻ ചിന്തിച്ചത് എന്താ, ഞാൻ അവളോടൊന്ന് സംസാരിക്കാൻ പോയതേ ഉള്ളൂ, അയാളുടെ ഉള്ളിലെ ബലഹീനതയാണ് അയാളെ അങ്ങനെ കൂടുതൽ ഇടപെടാനും അമിത സ്വാതന്ത്ര്യം കാണിക്കാനും പ്രേരിപ്പിച്ചത്. എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അയാള് ഈ സ്ത്രീകളൊന്നും ശരിയല്ല എന്ന ഒരു ചിന്ത അവനും ഉറച്ചു. അപ്പം നമ്മുടെ പെൺകുട്ടിയുടെ അണിഞ്ഞൊരുങ്ങലും സോഷ്യലായിട്ടുള്ള പെരുമാറ്റവും ഒരു ക്ഷണമായിരുന്നു, ഒരു ചതിയായിരുന്നു. അതിനകത്തൊരു ചതി ഉണ്ടായിരുന്നു. ആ സ്ത്രീയിൽ ആകർഷണമായി അടുത്തുകൂടാനുള്ള ബലഹീനത ആ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അപ്പം ചതിയും ബലഹീനതയും തമ്മിൽ ചേർന്നപ്പോൾ അടുക്കാനും സംസാരിക്കാനും പരസ്പര സാമീപ്യം ആസ്വദിക്കാനും ഒക്കെ ഇടയായി. അവരുടെ സുഹൃത്ത് ബന്ധം തുടർന്നു കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു തകിടം മറിയൽ, ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം മാറ്റം ഉണ്ടായി. ഒരു അപ്രതീക്ഷിതമായ പെരുമാറ്റം, മറ്റേ ആൾക്കൊരു എന്താ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അവിടെ രണ്ടുപേരും നെഗറ്റീവാണ് സ്വീകരിച്ചത്. രണ്ടുപേർക്കും നെഗറ്റിവിറ്റി ഉണ്ടായി. മിക്കവാറും എല്ലാ മനുഷ്യരും തന്നെ, പൊതുവെ എല്ലാ മനുഷ്യരും എന്നല്ല ഞാൻ പറഞ്ഞത്, ചില മനുഷ്യര് എല്ലാവരും തന്നെ മാനസിക കളികൾ കളിക്കുന്നുണ്ട്, പല രീതിയിലാണെന്ന് മാത്രം. അത് പങ്കാളികൾ തമ്മിലാകാം, കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം, തൊഴിലിടങ്ങളിലാകാം. പിന്നെ റാപ്പോ എന്ന് പറയുന്ന ഗെയിം പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ. അപ്പം ഇങ്ങനെ ഇതവരുടെ ഒരു പാറ്റേൺ ആയിട്ട് മാറുന്ന ഒരു രീതി ഉണ്ട്. ഈ കളികൾക്ക് ദൈർഘ്യ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പം നമ്മൾ പറഞ്ഞ കേസിലെ സംഭവം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടി. ചിലത് ഇങ്ങനെ ദിവസങ്ങളെടുക്കും റിസൾട്ട് വരാൻ, ചിലത് മാസങ്ങളും വർഷങ്ങളും എടുക്കും. അതാണ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പീഡനം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നത്. ആ കളി അതാണ് വർഷങ്ങൾ നീണ്ടു നിന്നു. ഈ കളികളുടെ ഫലമായിട്ട് നെഗറ്റിവിറ്റി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഈ നെഗറ്റിവിറ്റിയുടെ ശക്തി അനുസരിച്ചത് ഫസ്റ്റ് ഡിഗ്രി ഗെയിം, സെക്കൻഡ് ഡിഗ്രി ഗെയിം, തേർഡ് ഡിഗ്രി ഗെയിം എന്ന് ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഗെയിം എന്ന് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ടിന് ശക്തി കുറവാണ്, കിട്ടുന്ന നെഗറ്റിവിറ്റിക്ക് ശക്തി കുറവാണെങ്കിൽ അത് അവർ തമ്മിലിങ്ങനെ ദേഷ്യപ്പെട്ട് തീർക്കും, വേറെ ആരോടും പറയില്ല, ചർച്ച ചെയ്യില്ല ഞങ്ങൾ. ഇനി സെക്കൻഡ് ഡിഗ്രിയിലേക്കാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ ചർച്ച ചെയ്യും. അവൻ അങ്ങനെ എന്നോട് പെരുമാറി, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്. കൂട്ടുകാരുടെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമാക്കാം. തേർഡ് ഡിഗ്രി വരുവാണെങ്കിൽ, അതായത് ശക്തി തീവ്രത കൂടുതലായിട്ടുള്ള നെഗറ്റിവിറ്റിയാണ് അവിടെ കിട്ടുന്നതെങ്കിൽ അതാണ് ഈ വ്യക്തിഹത്യയിലേക്കും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നീങ്ങുന്നത്. അപ്പം ഇതാണ് കളികളെ കുറിച്ചുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മോശമായ ഒരു സമീപനം ഒരു പുരുഷനിൽ നിന്നുണ്ടായാൽ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ശക്തമായ ഒരു നോട്ടം കൊണ്ട് നിർത്താൻ, അതിൻ്റെ വരുതിക്ക് നിർത്താൻ സ്ത്രീക്ക് കഴിയണം. അതിനു പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്ത്രീ സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവൾ തന്നെ അനുഭവിക്കും. അപ്പോൾ പണ്ടുള്ള കാരണവർ പറയുന്നത് ഒരു കാര്യമുണ്ട്, ഇല ചെന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പോൾ മോശമായിട്ട് എന്തെങ്കിലും ഒരാളിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇപ്പം ചാറ്റ് ചെയ്തത് മോശമായി വരുന്നു എന്ന് തോന്നിയാൽ അത് അവിടെ നിർത്തിയേക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് നിർത്താനുള്ള റൈറ്റ് നമുക്കുണ്ടല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം അതിന് പകരം വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചൂണ്ടനൂൽ അയച്ചയച്ച് കൊടുക്കുന്നത് പോലെ
ഇങ്ങനെ വിട്ടുകൊടുക്കും, പെട്ടെന്നൊരു നിമിഷം പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് പാടില്ല. അതുപോലെ സ്ത്രീ പുരുഷ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. സ്ത്രീയും പുരുഷനും സമത്വം വേണം, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണം, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് ദുരുപയോഗപ്പെടാൻ അനുവദിക്കരുത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഉള്ള ഒരു മോട്ടോയാണ് എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യം. ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിലും പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ചൂണ്ടകൾ ചുറ്റിനുമുണ്ട്. അതിൽ പോയി കൊളുത്തി സ്വന്തം ജീവിതവും എതിരെ നിൽക്കുന്ന ആളുടെയും ചുറ്റുമുള്ളവരുടെയും ജീവിതം നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ വേണം. അത് നിർത്തേണ്ട ആൾക്കാരെ നിർത്തേണ്ടിടത്ത് നിർത്താൻ കഴിയണം. അതാണായാലും പെണ്ണായാലും. അത് പറ്റാവുന്നതിലുള്ള റിസൾട്ടാണ് ഈ സംഭവങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈ മനഃശാസ്ത്രത്തിലൂടെ ഉള്ള തിരിച്ചറിവിലൂടെ എനിക്ക് കിട്ടിയ അവയർനെസ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റുകൾ, നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇതിനെതിരെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഇതിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു സോ മച്ച്.